ഗൗതം ഗംഭീറും സെലക്ഷൻ ടീമിന്റെ ഹെഡായ അജിത് കാർക്കറും ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യൻ ടീമിനെ ഭയങ്കര ഇല്ലാതാക്കിയത് എന്നതാണ് സത്യം. ഭയങ്കര മോശം സെലക്ഷൻസ് ആണ് നടത്താറ്. അതിൽ തന്നെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, അതെല്ലാവർക്കും അറിയണ കാര്യമാണടാ. ഈ ഭുവനേശ്വർ കുമാർ, ഷമി എച്ചാതി ബോളേഴ്സ് ആണ്. ഇപ്പൊ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? 2027 ODI വേൾഡ് കപ്പിലേക്കുള്ള വാതിൽ അടഞ്ഞിട്ടില്ല എന്ന് ഇവരുടെ മുമ്പിൽ. ഇത്രയും കാലം ഇവരെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല, അവസരം പോലും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഏകദേശം ചിലപ്പോൾ ടീമിൽ നിന്ന് പുറത്താക്കും, ഈ സെലക്ഷന്റെ ഇതിൽ നിന്നൊക്കെ പുറത്താവുമെന്ന് തോന്നിയപ്പോഴായിരിക്കും ഈ ബോധം ഉദിച്ചത്. വേൾഡ് കപ്പ് ആവാൻ ഇനി ഒരു വർഷമുള്ളൂ, അടുത്ത വർഷം വേൾഡ് കപ്പാ. അവസാന നിമിഷത്തേക്ക് ഇപ്പൊ വന്ന് പറയുന്നുണ്ട് ഇവർക്ക് അവസരം ഉണ്ട് എന്നുള്ളത്. അടെ ഇവരൊക്കെ നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര മത്സരത്തിൽ അവസരം കൊടുക്കുമായിരുന്നു, ബാക്കപ്പ് ചെയ്യുമായിരുന്നു, ഫോം നിലനിർത്തിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനൊക്കെ ഓസ്ട്രേലിയയെ കണ്ടുപഠിക്കണം. അവരുടെ ലെജൻഡറി പേസ്ട്രിയോ ഷാർക്ക് കമ്മിൻസ് ആസിലൂടെ ഓസ്ട്രേലിയ വലിയ രീതിയിൽ ബാക്ക് ചെയ്യും. പിന്നെ ഓസ്ട്രേലിയ പുതിയ ബോളേഴ്സിന് അവസരം കൊടുക്കാറുണ്ട് ഇവരെ ബാക്ക് ചെയ്തുകൊണ്ട് തന്നെ. എല്ലിസ് ആയാലും ബാർട്ട്ലെറ്റ് ആയാലും ആബട്ട് ആയാലും റിച്ചാർഡ്സൺ ആയാലും ആരായാലും എന്താ പറയുക, ഇവരെ കൂടെ കളിപ്പിക്കൂ. സ്റ്റാർക്കിന് ചിലപ്പോൾ ഒരു മത്സരത്തിൽ വിശ്രമം കൊടുക്കും, ഒരു മത്സരം വിശ്രമം കൊടുത്തിട്ട് പകരം ബാറ്റ്ലെറ്റ്, അടുത്ത ചിലപ്പോൾ ആസിലിന് വിശ്രമം കൊടുത്തിട്ട് എല്ലിസ്, അങ്ങനെ ഇവരെ കൂടെ തന്നെ എന്താ പറയാ പുതിയ ബോളേഴ്സിനെ കൊണ്ടുകൊടുക്കും ഓസ്ട്രേലിയ. അങ്ങനെയാണ് ഓസ്ട്രേലിയ ബേസസിനെ ഉണ്ടാക്കി എടുക്കാറും. ഇന്ത്യക്കാരെന്താ ചെയ്യാന്നറിയോ? പുതിയവർ വന്നു കഴിഞ്ഞാൽ ഇനി പയോരെ അങ്ങോട്ട് തട്ടിക്കാളും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ കോൺഫിഡൻസ് അവിടെ പോയി അവർക്ക് ഈ ടീമിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അവിടെ അവസാനിപ്പിക്കുക ചെയ്യണത്. എന്നിട്ട് ഇപ്പൊ അവസാന ഘട്ടത്തിൽ വന്നിട്ട് പറയാം ഷമിക്കും ഭുവിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇവരെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോ എന്താ പറയാ വളർത്താൻ ശ്രമിച്ച പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാന, പിന്നെ ആരാ പുതിയ വന്ന ബ്രാറ്, ഓരെ കൊണ്ടുവന്നോ ഓസ്ട്രേലിയ ചെയ്യണ മാതിരി കൊണ്ടുവന്നോ. അതിലൊരു വൃത്തിയുണ്ട്, ആരും കുറ്റവും പറയൂല സെലക്ടേഴ്സിനെ. ഇത് നേരെ തിരിച്ചാ നടക്കുന്നത് കാര്യങ്ങൾ. ഇനി മണ്ടത്തരം ഒന്നും കാണിക്കാതെ നിൽക്കട്ടെ, വേൾഡ് കപ്പിൽ ഭുവിയും ഷമിയൊക്കെ ഒരുമിച്ച് വരട്ടെ, എന്നാൽ ഒരു മാന്യത ഉണ്ടാവും. നല്ല കളി ഒരു കാഴ്ച വെക്കും, അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്.